ഹലോ ഫ്രണ്ട്സ്, PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ ഒട്ടുമിക്ക പേരും ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ പ്രോബ്ലംസിൽ ഒന്നായിരിക്കും എക്സാം ഹാളിലെ ടൈം മാനേജ്മെൻറ്റ്. നമ്മൾക്ക് ലഭിക്കുന്ന ആ 1.25 മണിക്കൂർ നമ്മൾ എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ എക്സാമിലെ നമ്മളുടെ ഫ്യൂച്ചർ. ഇനി 1.25 മണിക്കൂർ എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ മെത്തേഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ ഒന്ന് അറിയിക്കുക. അതുപോലെ ഈ ചാനൽ ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കണ്ടൻറ്റിലേക്ക് പോകാം. ടൈം മാനേജ്മെൻറ്റിനെ പറ്റി പറയുന്നതിന് മുമ്പ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള മറ്റൊരു കാര്യമാണ് നമ്മളുടെ ഫോക്കസ്. നമുക്കറിയാം, നമ്മൾ എത്രത്തോളം വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് എക്സാം ഹാളിൽ ചെല്ലുന്നതെങ്കിലും ആ ഒരു സമയത്ത് നമ്മളുടെ ഉള്ളിൽ എവിടെ നിന്നോ ഒരു ടെൻഷനും ഒരു പ്രഷറും ഒക്കെ ബാധിക്കും. ഈ ഒരു ടെൻഷൻ കാരണം കൊണ്ട് തന്നെ നമ്മളുടെ ഫോക്കസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. ഇത് കാരണം ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അതിൽ ഏറ്റവും വേസ്റ്റായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ഞാൻ 25ാമത്തെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുകയാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്കറിയാം, ഓപ്ഷൻ ബി ആണ്. പക്ഷേ നല്ല ടെൻഷനിലാണ്. ഞാൻ OMR ഷീറ്റ് എടുത്ത് വെച്ച് കറുപ്പിക്കുമ്പോൾ ചിലപ്പം 25ാമത്തെ ക്വസ്റ്റ്യന് പകരം 26ാമത്തെ ക്വസ്റ്റ്യൻ നമ്പറിന് നേരെ ആയിരിക്കും ആ OMR ബബിൾ ചെയ്യുന്നത്. ഫലത്തിൽ 26ാമത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൻ്റെ ആൻസർ ചെയ്യുന്നത് 27ാമത്തെ ക്വസ്റ്റ്യൻ നമ്പറിന് നേരെയായിരിക്കും. അങ്ങനെ താഴോട്ടുള്ള ഒരുപാട് ആൻസറുകൾ നമുക്ക് തെറ്റിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഒരു അനുഭവം കൊണ്ട് ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇനിയും അതുണ്ടായേക്കാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ അത് വിട്ടേക്കുക. ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ചൂണ്ടുവിരൽ ആ ക്വസ്റ്റ്യന് നേരെ ഞാൻ കൊണ്ടുവന്ന് വെക്കും. ക്വസ്റ്റ്യൻ പേപ്പറിലെ ആ ക്വസ്റ്റ്യൻ നമ്പറിന് നേരെ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലെ ചൂണ്ടുവിരൽ കൊണ്ടുവച്ച ശേഷം മാത്രമേ ഞാനത് വായിച്ചിട്ട് അതിൻ്റെ ആൻസർ ചെയ്യത്തുള്ളൂ. പിന്നെ അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ചൂണ്ടുവിരൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുക്കത്തില്ല, അതുപോലെ നേരേക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പറിന് നേരെ കൊണ്ടുവരും. എന്നിട്ടത് വായിക്കും. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ OMR ഷീറ്റിൽ ബബിൾ ചെയ്യും. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും വിരൽ മാറ്റാതെ താഴേക്കുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യും. ഈ ഒരു മെത്തേഡ് ഞാൻ അഡോപ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോകുന്നത് കൊണ്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല. അപ്പം നിങ്ങൾക്കും ഇത് ഹെൽപ്ഫുൾ ആണെങ്കിൽ സ്വീകരിക്കാവുന്നതാണ്. ഇനി ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞുതരാം. ഈ ഒരു രീതി ഞാൻ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഓരോ എക്സാമിലും എനിക്കൊരു 8-10 മിനിറ്റെങ്കിലും ലാഭിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു മെത്തേഡ് പറഞ്ഞുതരാം. ആദ്യമൊക്കെ ഞാൻ ചെയ്യുന്നത് ഓരോ ക്വസ്റ്റ്യൻ വായിക്കും, അതിൻ്റെ ആൻസർ ബബിൾ ചെയ്യും, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കും, അതിൻ്റെ ആൻസർ ബബിൾ ചെയ്യും. ആ ഒരു മെത്തേഡിലായിരുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കുറേ എക്സാമുകളിൽ എനിക്ക് ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം വന്നു, ആവശ്യത്തിന് സമയം കിട്ടാതെ വന്നു. അങ്ങനെയാണ് ഞാൻ പുതിയ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ അവസാനം ഒരു മെത്തേഡ് കണ്ടുപിടിച്ചു. ഈ ഒരു മെത്തേഡ് കൊണ്ട് എനിക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഒരു എക്സാമിന് ഈ ഒരു മെത്തേഡ് സ്വീകരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു എക്സാമിലും എനിക്ക് ടൈം മാനേജ്മെൻറ്റിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് നമ്മുടെ OMR ഷീറ്റിൽ 25 ക്വസ്റ്റ്യൻ 25 വീതമുള്ള 4 റോകളായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ ഓരോ റോ ആയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണെങ്കിൽ OMR ഷീറ്റിൽ ഓപ്ഷൻ സിയിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യും. ഫുള്ളായിട്ട് ബബിൾ ചെയ്യാൻ നിൽക്കത്തില്ല. അതിനുശേഷം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നു. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ OMR ഷീറ്റിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യും. ഫുള്ളായിട്ട് ബബിൾ ചെയ്യാൻ നിൽക്കത്തില്ല. അങ്ങനെ ഒരു റോയിൽ 25 അറിയാവുന്നതൊക്കെ മാർക്ക് ചെയ്ത ശേഷം ക്വസ്റ്റ്യൻ മാറ്റി വെച്ചിട്ട് ഈ 25 ഒന്നിച്ച് ഫില്ല് ചെയ്യും. ആ 25 ഒന്നിച്ച് ഫില്ല് ചെയ്യുമ്പോൾ എനിക്കൊരു 2-3 മിനിറ്റൊക്കെ ലാഭിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ 4 റോകളിലും ഈ 25 ക്വസ്റ്റ്യൻ ഇതേമാതിരി ചെയ്യുമ്പോൾ എനിക്കൊരു 8-10 മിനിറ്റെങ്കിലും ലാഭിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു 8-10 മിനിറ്റ് എന്ന് പറയുന്നത് നമുക്ക് മാത്സ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് യൂസ്ഫുള്ളാണ്. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ഹെൽപ്ഫുൾ അല്ല എങ്കിൽ മറ്റേതെങ്കിലും രീതി സ്വീകരിക്കാം. ഇനി അതുപോലെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്, OMR ഷീറ്റിൽ ഫുള്ളായിട്ട് ബബിൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ പുറത്തേക്ക് അല്പം ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഒരു 90-95% OMR ബബിൾ ചെയ്താൽ മതിയാകും. പിന്നെ ചെറിയൊരു ഗ്യാപ്പ് കണ്ട ചില ആൾക്കാർ എന്ത് ചെയ്യും, അതും കൂടെ കറുപ്പിച്ചാലേ മാർക്ക് കിട്ടൂ, അല്ലെങ്കിൽ നമ്മുടെ OMR റീഡ് ചെയ്യത്തില്ല എന്നുള്ള പേടിയിൽ അതും കറുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 90-95% നമ്മൾ ബബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് OMR റീഡ് ചെയ്തോളും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്പം പുറത്തോട്ട് പോയാലും കുഴപ്പമില്ല, തൊട്ടടുത്ത ബബിളുകളിലേക്ക്
ക്രോസ് ആകാതെ ഇരുന്നാൽ മതി. അങ്ങനെ ക്രോസ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ തൊട്ടടുത്ത ബബിളുകളിലേക്ക് ക്രോസ് ആവാതിരുന്നാൽ നമ്മൾ ഒരു 90-95% ബബിൾ ചെയ്താലും മതിയാവും. ഫുള്ളായിട്ട് ബബിൾ ചെയ്തില്ല അതുകൊണ്ട് മാർക്ക് നഷ്ടപ്പെടുമെന്നുള്ള ടെൻഷനൊന്നും ആർക്കും വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതി സ്വീകരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ.